ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നാറില്ലേ? വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിലും ആ വീടൊക്കെ എന്തോ ഒരു വൃത്തിയും ചിട്ടയും നിറഞ്ഞതായിട്ട് തോന്നും. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ? അതിൻ്റെ രഹസ്യം വില കൂടിയ സാധനങ്ങളോ ദിവസം മുഴുവൻ ചെയ്യുന്ന ക്ലീനിങ്ങോ അല്ല, ചില ചെറിയ ശീലങ്ങളാണ്. ഇന്ന് അത്തരത്തിലുള്ള കുറച്ച് ചെറിയ ശീലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ പറയുന്ന ശീലങ്ങളൊക്കെ നിങ്ങളും ഒന്ന് ശീലമാക്കിയാൽ നിങ്ങളുടെ വീടിനും നല്ലൊരു മാറ്റം കാണാൻ തുടങ്ങും. അപ്പോൾ വൃത്തിയുള്ള വീടിൻ്റെ ആ ചെറിയ രഹസ്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. വൃത്തിയുള്ള ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ മുറ്റത്ത് നിന്നാണ്. കാരണം വീട്ടിലേക്ക് ആരൊക്കെ വന്നാലും അവർ ആദ്യം കാണുന്നത് നമ്മുടെ മുറ്റമാണ്. അതുകൊണ്ട് തന്നെ മുറ്റം വൃത്തിയായി കിടക്കുമ്പോൾ വീടിനെക്കുറിച്ചുള്ള ആദ്യ മതിപ്പ് തന്നെ നല്ലതായിരിക്കും. ഇന്നത്തെ കാലത്തുണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മരങ്ങളും ഇലകളും നിറഞ്ഞ മുറ്റമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ കുട്ടികളിട്ട മിഠായിയുടെ കവറോ ചിപ്സിൻ്റെ പാക്കറ്റോ ചെറിയ കടലാസുകളോ കാറ്റിൽ പറന്നു വന്ന എന്തെങ്കിലും ഇലകളോ ഒക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ കിടക്കാം. നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം ചെറിയ കാര്യങ്ങളാണ് പുറത്തു നിന്ന് വരുന്നവർ ആദ്യം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് രാവിലത്തെ വീട്ടിലെ പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് 2-3 മിനിറ്റ് മാറ്റി വെച്ചിട്ട് മുറ്റം ഒന്ന് അടിച്ചു വരൂ. വലിയൊരു പണിയൊന്നുമല്ല, പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീടിന്റെ ഭംഗി ഒരുപാട് കൂടും. ഒരു വൃത്തിയുള്ള മുറ്റം കാണുമ്പോൾ വീടിന്റെ ഉള്ളിലും അതേ വൃത്തിയും ചിട്ടയും ഉണ്ടാകുമെന്ന തോന്നല് എല്ലാവർക്കും ഉണ്ടാകും. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പുകളാണ്. നമ്മൾ പുറത്തു നിന്ന് വന്നിട്ട് ചെരുപ്പ് അഴിച്ച് അവിടെ തന്നെ ഇട്ടേക്കും. പിന്നെ അടുത്തയാളും അതേപോലെ തന്നെ ചെയ്യും. കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ ആകെ ചെരുപ്പുകൾ ചിതറിക്കിടക്കും. പക്ഷേ വീട്ടിലേക്ക് വരുന്ന ഒരാൾ വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെയാണ് കാണുന്നത്. മുറ്റം എത്ര വൃത്തിയായാലും ചെരുപ്പുകൾ വലിച്ചു വാരി ഇട്ട പോലെ കിടക്കുകയാണെങ്കിൽ ആ ഭംഗി കുറയും. അതുകൊണ്ട് പുറത്തു നിന്ന് വന്നാൽ നമ്മൾ ചെരുപ്പുകൾ അഴിച്ച ഉടനെ തന്നെ ഒതുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷൂറാക്കുണ്ടെങ്കിൽ അതിൽ വെക്കാം, ഇല്ലെങ്കിൽ ഒരു വശത്ത് ഭംഗിയായി ഒന്ന് അടുക്കി വെച്ചാലും മതി. ഇത് വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങളാണ് വീട്ടിലേക്ക് വരുന്നവർക്ക് ഈ വീട് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്ന ആദ്യ തോന്നൽ നൽകുന്നത്. മൂന്നാമതായിട്ട് പറയാനുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ വീടിന്റെ വൃത്തി നിലനിർത്താൻ ഇത് നല്ല സഹായകവുമാണ്. നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ കാലിൽ പൊടിയും മണ്ണും ഒക്കെ പറ്റിയിട്ടുണ്ടാകും. അത് നേരെ വീടിനുള്ളിലേക്ക് കയറാതിരിക്കാൻ സിറ്റ് ഔട്ടിലും ഹാളിലേക്ക് കയറുന്ന വാതിൽക്കലും ഒരു ചവിട്ടി വിരിച്ചിടുന്നത് നല്ല ശീലമാണ്. വീട്ടിലേക്ക് വരുന്നവർക്കും അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അതിലൊന്ന് കാൽ തുടയ്ക്കാം. അതുകൊണ്ട് വീടിനുള്ളിലേക്ക് പൊടിയും അഴുക്കും കുറച്ചേ എത്തത്തുള്ളൂ. അതേപോലെ വാതുക്കൽ വൃത്തിയുള്ളൊരു ചവിട്ടി കിടക്കുന്നത് കാണാനും വളരെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി, ചവിട്ടി വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകാൻ മറക്കരുതേ. അഴുക്കായ ഒരു ചവിട്ടി കിടക്കുന്നതിനേക്കാൾ വൃത്തിയുള്ള ചവിട്ടി കിടക്കുന്നതാണ് വീടിന് കൂടുതൽ ഭംഗി നൽകുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ ശീലങ്ങൾ നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് സഹായിക്കും. നാലാമത്തെ കാര്യം, ഉപയോഗിച്ച തോർത്തോ ടവലോ എടുത്ത് സ്റ്റെപ്പിലോ സ്റ്റെയറിലോ ഡൈനിങ് ടേബിളിന്റെ ചെയറിലോ സോഫയുടെ മുകളിലോ ഒക്കെ ഇട്ട് വെക്കുന്ന ശീലം ഒഴിവാക്കാം. നമ്മളിൽ പലരും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു വെക്കാം എന്ന് വിചാരിച്ച് ഇടുന്നതാണ്, പക്ഷെ പലപ്പോഴും അത് അവിടെ തന്നെ കിടക്കാറാണ് പതിവ്. വീട് മുഴുവൻ വൃത്തിയായി അടിച്ചുവാരി തുടച്ചിട്ടാലും ഇങ്ങനെ ഒരു തോർത്തോ ടവലോ കിടക്കുന്നത് മാത്രം മതി ആ വൃത്തിയുടെ ഭംഗി മുഴുവൻ പോകാൻ. അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞ ഉടനെ അതിന് ഒരു സ്ഥിരം സ്ഥലം കൊടുക്കുക. ഉണങ്ങാനുള്ളതാണെങ്കിൽ ഹുക്കിലോ സ്റ്റാൻഡിലോ വിരിച്ചിടുക. അലക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ മാറ്റുക. 2 സെക്കൻഡ് മാത്രം എടുക്കുന്ന ഈ ചെറിയ ശീലം വീടിനെ എപ്പോഴും ഒതുക്കവും വൃത്തിയും ഉള്ളതായി തോന്നാൻ ഒരുപാട് സഹായിക്കും. ഇനി അഞ്ചാമത്തേത് ഒരു ചെറിയ ടിപ്പാണ്. നമ്മളിൽ പലരും അടിച്ചു വാരുമ്പോൾ ശ്രദ്ധ മുഴുവൻ ഫ്ലോറിലായിരിക്കും. പക്ഷെ അതിനൊപ്പം ഒരിക്കൽ മുകളിലേക്കും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഫാനിൻ്റെ മുകളിലോ ജനലിൻ്റെ മുകളിലോ ഇങ്ങനെ ഓരോ മൂലകളിലോ ഒക്കെ പൊടിയും മാറാലയും പതുക്കെ അടിഞ്ഞുകൂടാറുണ്ട്. അത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വൃത്തിയാക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരും. പക്ഷേ അടിച്ചു വരുന്ന സമയത്ത് തന്നെ 2-3 മിനിറ്റ് എടുത്ത് ഇതൊക്കെ ഒന്ന് തട്ടി തൂത്താൽ മതി. അപ്പോൾ പൊടി അധികം അടിഞ്ഞുകൂടില്ല. പിന്നീട് വലിയ ക്ലീനിങ് ചെയ്യേണ്ട ബുദ്ധിമുട്ടും കുറയും. അതുകൊണ്ട് വൃത്തിയാക്കുമ്പോൾ ഫ്ലോർ മാത്രം നോക്കാതെ മുകളിലേക്കും ഒന്ന് കണ്ണോടിക്കാൻ ശീലിക്കൂ. ഈ ചെറിയ ശീലം കൊണ്ട് നമുക്ക് സമയവും ലാഭിക്കാം, പണിയും കുറയ്ക്കാം, വീടെപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കാനും കഴിയും. 6. എല്ലാ ദിവസവും കുറച്ച് സമയം ജനലുകൾ തുറന്നിടുക. രാവിലെ കുറച്ചു നേരം ജനലുകൾ തുറന്നാൽ ശുദ്ധവായുവും സൂര്യപ്രകാശവും വീടിനുള്ളിലേക്ക് നന്നായി എത്തും. അതോടെ നമ്മുടെ വീടിനുള്ളിലെ അടച്ചിട്ട മണം കുറയും, ഒരു ഫ്രഷ് ഫീൽ കിട്ടുകയും ചെയ്യും.
എപ്പോഴും വാതിലും ജനലുകളും ഒക്കെ അടച്ചിട്ട വീടിനേക്കാൾ വായുവും വെളിച്ചവും നന്നായി കയറുന്ന വീട് കാണാനും താമസിക്കാനും കൂടുതൽ സുഖം തോന്നും. അതുകൊണ്ട് തന്നെ രാവിലെ വീട്ടുപണിയൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം ജനലുകൾ തുറക്കുക എന്നതാണ്. 7. ഓരോ നേരത്തെ ഭക്ഷണത്തിന് ശേഷവും ഡൈനിങ് ടേബിൾ ഉടൻ തന്നെ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളോ കറകളോ വെള്ളമോ ഒക്കെ ടേബിളിൽ അവശേഷിച്ചാൽ ഇത് ഈച്ചകളും ഉറുമ്പുകളും പാറ്റകൾ പോലെയുള്ള പ്രാണികളെയൊക്കെ ആകർഷിക്കാനായിട്ട് കാരണമാകും. മാത്രമല്ല പിന്നീട് ആ കറകൾ ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കാനും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ടേബിൾ തുടച്ച് വൃത്തിയാക്കുകയും ആവശ്യമെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ട് വീണ്ടും തുടയ്ക്കുകയും ചെയ്താൽ ഡൈനിങ് ഏരിയ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കാണപ്പെടും. ഇത്തരത്തിലുള്ള ചെറിയ ശീലങ്ങൾ വീടിൻ്റെ ശുചിത്വം നിലനിർത്താനും ആരോഗ്യകരമായ അന്തരീക്ഷം ഒരുക്കാനും വളരെ സഹായിക്കും. അടുത്തതായിട്ട് അലക്കി ഉണങ്ങിയ തുണികൾ ദിവസങ്ങളോളം കസേരയിലോ കട്ടിലിലോ കൂട്ടിയിടാതെ അതാത് ദിവസം തന്നെ മടക്കി അതിൻ്റെ സ്ഥലത്തേക്ക് വെക്കാൻ ശ്രമിക്കൂ. ദിവസവും കുറച്ച് സമയം മതി ഇത് ചെയ്യാൻ. പക്ഷെ അത് ചെയ്യാതെ പിന്നത്തേന് മാറ്റിവെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ പണിയും കൂടും, വീടും അലങ്കോലമായിട്ട് തോന്നും. അതേപോലെ വീട്ടിലെ സെറ്റി എല്ലാ ദിവസവും ഒന്ന് കൊട്ടിക്കുടഞ്ഞിടാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിലും ഇനി നമ്മളായാലും എന്തേലുമൊക്കെ സെറ്റിയിലിരുന്ന് കഴിക്കുന്ന സമയത്ത് സെറ്റിയിലും താഴെയിലുമൊക്കെ ബേക്കറി ഐറ്റംസും മറ്റുമൊക്കെ വീണ് കിടന്നാൽ അവിടെ ഉറുമ്പുകൾ വരാനായിട്ടും മറ്റുമൊക്കെ ഇടയാകും. അതുകൊണ്ട് എല്ലാ ദിവസവും സെറ്റിയൊക്കെ ഒന്ന് കൊട്ടിക്കുടഞ്ഞിട്ടാൽ ആ ഒരു ഭാഗവും നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത പോയിന്റ്, ഭക്ഷണത്തിന് ശേഷം എല്ലാവരും കൈ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് വാഷ് ബേസിൻ. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് അഴുക്കാകാനും വെള്ളത്തിൻ്റെ പാടുകളും സോപ്പിൻ്റെ അവശിഷ്ടങ്ങളും ടൂത്ത് പേസ്റ്റിൻ്റെ ചെറിയ കറകളുമൊക്കെ അടിഞ്ഞുകൂടാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ നേരെയുള്ള കണ്ണാടിയിലും വെള്ളത്തുള്ളികളും കൈവിരലുകളുടെ പാടുകളും ഒക്കെ കാണാറുണ്ട്. ദിവസവും ഈ ഭാഗം രാവിലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും വൃത്തിയായും ഭംഗിയായും കാണപ്പെടും. വീട്ടിലെത്തുന്നവർക്കും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ഭാഗങ്ങളിൽ ഒന്ന് ഇതായതിനാൽ ഇത് വൃത്തിയായി സൂക്ഷിച്ചാൽ വീടിൻ്റെ മൊത്തത്തിലുള്ള വൃത്തിയും ക്രമവും എടുത്തു കാണിക്കും. ബാത്റൂം എപ്പോഴും വൃത്തിയായും ഉണങ്ങിയുമാണ് സൂക്ഷിക്കേണ്ടത്. ഉപയോഗശേഷം നിലത്ത് വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെറിയൊരു ശീലം പാലിച്ചാൽ ബാത്റൂം എപ്പോഴും വൃത്തിയായിരിക്കുകയും വഴുതി വീഴാനുള്ള സാധ്യത ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അടുത്തതായിട്ട് അടുക്കളയുടെ സിങ്കിൽ ഉപയോഗിച്ച പാത്രങ്ങൾ കുന്നുകൂട്ടിയിടാതെ കഴിയുന്നത്ര അപ്പോഴപ്പോഴായിട്ട് കഴുകി വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ട് കാണാനും ദുർഗന്ധവും പ്രാണികളുടെ ശല്യവും ഒഴിവാകാനും സാധിക്കും. അതേപോലെ തന്നെ ദിവസവും അടുക്കളയിൽ കൂട്ടി വെച്ചിരിക്കുന്ന വേസ്റ്റ് എടുത്തു മാറ്റാനും കൗണ്ടർ ടോപ്പും അടുക്കളയിലെ മറ്റു സ്ഥലങ്ങളും തുടച്ച് വൃത്തിയാക്കാനും ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താൽ അടുക്കള എപ്പോഴും നല്ല ശുചിയായും സുരക്ഷിതമായും നിലനിർത്താനായിട്ട് സഹായിക്കും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ ശീലങ്ങളാണെന്ന് തോന്നാം. പക്ഷേ ഒരു വീട് വൃത്തിയായും ചിട്ടയായും നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അടുക്കളയാണ്. കാരണം വീട്ടിലെ എല്ലാവരുടെയും ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് അടുക്കള. വൃത്തിയുള്ള വീട് കാണാൻ മാത്രമല്ല മനസ്സിനും ഒരു പോസിറ്റീവ് അനുഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Thank you.